ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫൈസൽ ടേസ്റ്റി കുക്കിംഗ്. നമ്മുടെ ഇന്നത്തെ വിഭവം മുട്ട മസാല. ഇത് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് പരിചയപ്പെടാം. മുട്ട മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 4 കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ്, ഒരു 4 ഗ്രാമ്പു എന്നിവ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതെല്ലാം മൂത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റും കൂടി ചേർത്ത് അതിൻ്റെ എല്ലാം പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണെല്ലാം മാറി വന്നതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് ഒരു 1/4 കിലോ സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ അയക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ സവാള എല്ലാം നല്ല വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത് ഫ്രഷ് കുരുമുളകാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ തന്നെ പൊടിച്ച് തയ്യാറാക്കിയതാണ്. അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണെല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയൊരു തിളപ്പ് വന്നതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുഴുങ്ങിയ മുട്ട നമ്മൾ പീസാക്കിയിട്ട് വേണം മസാലേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ മുട്ടക്ക് മസാലേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളെ മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.